എല്ലാ സ്റ്റാർട്ടപ്പുകളും പാഷൻ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. ചില സ്റ്റാർട്ടപ്പുകളൊക്കെ പാഷൻ്റെ കൂടെ കമ്പാഷനും കൂടെ ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ളൊരു പാഷൻ ആൻഡ് കമ്പാഷനോട് കൂടിയാണ് വരുന്നത് നമ്മുടെ അടുത്ത ഐഡിയ ബാസ്. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഹൈദരാബാദിൽ നിന്നുള്ള നിമിഷയെയും ഇബാദത്തിനെയും. ഹലോ ടൈറ്റൻസ്, നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായി എപ്പോഴും എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ട് അല്ലേ? നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ക്രോസ് ചെയ്യാത്ത ആ ലിമിറ്റ് എന്താണെന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ അത് ഔട്ട് ഓഫ് ദി വേ പോയി അച്ചീവ് ചെയ്ത് കൊടുത്തു. ഐ എം ഷുവർ എവറി പാരന്റ്സ് ഹാസ് സം സ്റ്റോറീസ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ കഥയും, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും. നമസ്കാരം ടൈറ്റൻസ്, എന്റെ പേരാണ് നിമിഷ, ഇതാണ് ഇബാദത്ത്. ആൻഡ് ടൈറ്റൻസ്, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാ, നമ്മൾ എപ്പോ പുറത്തു പോകുമ്പോഴും നമ്മുടെ കയ്യിൽ എല്ലായ്പ്പോഴും ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ ക്ലോത്ത് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ പെറ്റ്സുകൾക്ക് അങ്ങനെ കൂടുതൽ ഓപ്ഷനുകളൊന്നുമില്ല. എന്നാൽ പുറം രാജ്യങ്ങളിലുള്ള കുട്ടികളൊക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെയൊന്നുമില്ല? എന്തിന് നമ്മുടെ കുട്ടികൾ ഷുഡ് സെറ്റിൽ ഫോർ ലെസ്, റൈറ്റ്? അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുട്ടികൾക്ക് സൂപ്പർ ഓസം, സൂപ്പർ സ്റ്റൈലിഷ് ഇവരുടെ പേഴ്സണൽ ഫാഷൻ ബ്രാൻഡായ ഡോഗോ ബോ. ടൈറ്റൻസ്, ഇതാണ് ഡോഗോ ബോ, ദ പെർഫെക്റ്റ് ഫിറ്റ് ഫോർ യുവർ പെറ്റ്സ്. കാരണം പെറ്റ്സ് നമ്മുടെ കുട്ടികൾ തന്നെയാണല്ലോ. പിന്നെ ടൈറ്റൻസ്, പെറ്റ് പാരന്റ്സിന് ഇതൊക്കെ അറിയാം. ഈ ഫീലിംഗ്സ് അവർക്ക് നന്നായി മനസ്സിലാവും. ഈ എമോഷൻസിനെ കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം. ഓരോ പെറ്റ്സുകൾക്കും അവര് ബെസ്റ്റ് ഓഫ് എവറിത്തിങ് കൊടുക്കാൻ ഇഷ്ടപ്പെടും. അതുപോലെ ഈ കുട്ടികള് സ്വയം ചോദിക്കില്ല ഒന്നും. ബട്ട് ആസ് പാരന്റ്സ് നമ്മൾ അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഡോഗോബോ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം, ഏറ്റവും സ്റ്റൈലിഷ് പെറ്റ് ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ് കളക്ഷൻ. ഏത് മൂഡിനും, ഏത് ഫെസ്റ്റിവലിനും, ഏത് ഒക്കേഷനു വേണ്ടിയും. അതിന് റെയിൻകോട്ടിന്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ പാർക്കിലെ റെഡ് കാർപ്പറ്റ് വാക്ക് ആയിരിക്കാം, ബർത്ത്ഡേയിലെ കൂൾ ബോയ് ലുക്ക് ആകാം, അല്ലെങ്കിൽ കല്യാണത്തിൽ രാജാവിന്റെ മകൻ എന്ന വൈബ്സ്. ഡോഗോബോ ഹാസ് ഗോട്ട് യു കവേർഡ്. ജിമ്മി കണ്ടില്ലേ? ജിമ്മിയുടെ ഫാദറിലോ പുറത്തു വന്നു. ഞങ്ങൾ ഇവർക്ക് വേണ്ടി വെറും ഡ്രസ്സ് മാത്രമല്ല, ഞങ്ങൾ ഇവർക്ക് വേണ്ടി ട്രെൻഡി എസെൻഷ്യൽ, എക്സാമ്പിൾ കോളേഴ്സ്, ലീഷസ് ആൻഡ് ഹാർനസസ്, ഇതുവരെ ഓരോരോ ഗ്യാതറിംഗിലും ആക്കുന്നു കൂൾ കിട്ട്. സർ, ഞങ്ങൾ വിശ്വസിക്കുന്നു എവരി പെറ്റ് ഡിസേർവ്സ് ദ സെയിം കംഫർട്ട് ആൻഡ് സ്റ്റൈൽ ആസ് വി ഡു. അതുകൊണ്ടാണ് ഓരോരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ ഇവരുടെ വെതർ നീഡ്സ്, ഫാഷൻ ട്രെൻഡ്സ്, പിന്നെ പെറ്റ്സിന്റെ കംഫർട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. I love that pet, the black tuxedo. It's very nice. പക്ഷേ രണ്ടാമതിരിക്കുന്ന ചെറുത് വളരെ കൂളാണ്. അപ്പൊ ബോറിംഗ് ഡ്രസ്സുകൾ ഉപേക്ഷിച്ച് പെറ്റ്സിനായി ഒരുക്കാം ഒരു വാർഡ്രോബ്. അതിൽ വെറും ഡ്രസ്സുകൾ മാത്രമല്ല, അവരുടെ യുണീക് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. Oh my God. അപ്പോൾ ടൈറ്റൻസ്, നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ കുട്ടികളെ ലോകത്തിൽ തന്നെ കൂളായിട്ടുള്ള കുട്ടികളാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എന്തെന്നാൽ ഇത് ഞങ്ങളുടെ ബിസിനസ് മാത്രമല്ല, ഞങ്ങളുടെ സ്നേഹം കൂടിയാണ്. ഈ സ്നേഹം ഞങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. Our ask is 80 lakhs for 6.5% in the company. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ബിസിനസ് സംസാരിക്കാൻ പറ്റില്ലെന്നാ. സോ ഇവരെ നമുക്ക് പുറത്തേക്ക് കളിക്കാൻ പറഞ്ഞേക്കാം. കുട്ടികളെ, നിങ്ങൾ പോയി കളിച്ചോളൂ. ഇവർക്ക് ഇവിടെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്ര ശാന്തരായ, ഇത്ര അച്ചടക്കമുള്ള കുട്ടികളെ ഒന്നും ഈ അടുത്ത് അങ്ങനെ കാണാൻ കിട്ടാറില്ല അല്ലേ? അതായത് എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് അവർ പോയി. ഈ ഒരു ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഐ ഫിനിഷ് മൈ ഫാഷൻ ഡിസൈനിങ് ഇൻ പുനെ. അത് കഴിഞ്ഞപ്പോൾ എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞു, ഇനി നീ ഹൈദരാബാദിലേക്ക് വാ, ഇനി നീ ഇവിടെ നിന്ന് എവിടെയും പോകണ്ട എന്ന്. അപ്പോൾ ഞാൻ അവരോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എനിക്കൊരു പെറ്റ് വേണമെന്ന്. അപ്പോൾ ആ സമയത്ത് പാരന്റ്സ് അത്രയും വർഷം ഒരു പെറ്റ്സിനെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് പെറ്റ്, എന്റെ മൈലോനെ എനിക്ക് കിട്ടിയത്. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ മൈലോയ്ക്ക് വേണ്ടിയ ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പുറം രാജ്യങ്ങളിൽ കണ്ടതുപോലെ യുഎസിലെ ട്രെൻഡ്സ് കണ്ടു, അവിടുത്തെ സ്റ്റോഴ്സ് കണ്ടു. ഞാൻ റിയലൈസ് ചെയ്തു അവിടെ നിറയെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷെ വില വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ക്വാളിറ്റി പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, വീട്ടിൽ വന്ന് എന്റെ കുട്ടിക്കുള്ളത് ഞാൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിന്നെ പതുക്കെ പതുക്കെ വളർന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്? ഞങ്ങൾ ഒരു കോളേജ് ഫെസ്റ്റിലാണ് മീറ്റ് ചെയ്തത്. എനിക്ക് അറിയായിരുന്നു ഹൈദരാബാദിലാണ് താമസിക്കുന്നതെന്ന്. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങള്
സംസാരിക്കാൻ തുടങ്ങുകയാണ് ആ ചെയ്തത്. അതെ, റീകണക്ട് ആയി അവിടെ വെച്ച്. പിന്നെ മൈ ഫെറ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ഹിം മോർ ദാൻ മീ. അപ്പോൾ we also eventually fell And in you love. also fell in love Yeah, with I him. also ആ, fell അതെ, in love. ശരിയാണ്. സോ നിങ്ങളുടേത് പെറ്റ് അപ്രൂവ്ഡ് കല്യാണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ ബിസിനസ് നടത്തുന്നത്. Yes. യെസ്. സോ ബിസിനസ് സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ടൈറ്റൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് നന്നായിട്ടുണ്ട്. വലിയ ഡോഗ്സിനൊക്കെ ഏത് പ്രോഡക്റ്റാ ഉള്ളത്? സോ ഇതേപോലെ ഇത് എം സൈസ് ആണ്. ഡബിൾ എക്സൽ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓ, അത് ശരി. പിന്നെ ഡബിൾ പാഡഡ് ഹാർനസ് ഉണ്ട്. പിന്നെ ഇത് പെറ്റിനെ രണ്ട് ഭാഗത്തു നിന്നും ലോക്ക് ചെയ്യും. ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കൂ. നേരെ നോക്കൂ. ഇത് ഞങ്ങളുടെ വാട്ട്സ് ദ പ്രൈസ്? ദിസ് ഈസ് ഫോർ 499, 599, 699. Good prices. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്? %74% ആളുകൾക്കും ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളതാണെന്ന് Thank തോന്നുന്നു. you. നിമിഷ, നിങ്ങൾക്കും ചെയർ കൊണ്ടുവരാൻ പറയണോ? നിങ്ങൾക്ക് വേണ്ട, ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് സംസാരിക്കാവുന്നതാണ്. sir. Thank ബിക്കോസ് you, വി നോ sir. ദാറ്റ് യു ആർ എക്സ്പെക്ടിങ്. സോ വേണ്ട, ഇറ്റ്സ് ഓക്കെ, ഐ എം ഫൈൻ, ഐ എം ഗുഡ്. നമിഷ, ഞാൻ നിങ്ങൾക്ക് എന്റെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. Thank ഇത് you. വളരെ നല്ലൊരു ന്യൂസ് ആണ്. ഇതുപോലൊരു ടൈമിൽ നിങ്ങൾ ഈ ഐഡിയ ബാസിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു മാം. All the best. താങ്ക് യു. എന്റെ പേഴ്സണൽ സ്റ്റോറി പറഞ്ഞാൽ ആക്ച്വലി ഞാനും ഹർഷും 10 സ്ലീപ്പ് കമ്പനി തുടങ്ങി. ആഫ്റ്റർ എന്റെ മകൻ ഹയാൻ ജനിച്ച ശേഷം പ്രഗ്നൻസി ആൻഡ് ദ പോസ്റ്റ് പ്രഗ്നൻസി ഈസ് ദെൻ ദ ഐഡിയ കെയിം ഇൻ. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു ഫോർ ദിസ് Thank വൺ. you, ma'am. ആൻഡ് വെരി വെരി ഹാപ്പി നിങ്ങളെ ഇവിടെ കണ്ടതിൽ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് എനിക്ക് ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഇപ്പോഴത്തെ സ്കെയിൽ? അതുപോലെ എവിടെ നിന്നാണ് ബിസിനസ് വരുന്നത്? 2018 ഞാൻ കമ്പനി ഓപ്പറേറ്റ് ചെയ്തു. 2018 മുതൽ 2019 വരെ ഞങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യായിരുന്നു. പോപ്പപ്പ് എക്സിബിഷനിൽ മാത്രമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് Okay. മാർക്കറ്റ് ഫിറ്റ് മനസ്സിലാക്കി. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സെയിൽ ഉണ്ടായിരുന്നു. ഒരു വലിയ പുഷ് കിട്ടിയത് ബാംഗ്ലൂരിൽ നടന്ന ഒരു എക്സിബിഷനിലായിരുന്നു. ഞങ്ങൾ 1.5 ലാക്ക് സെയിൽ 2 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തു. പക്ഷേ ഇതൊക്കെ കോവിഡിന് മുമ്പായിരുന്നു. ഇവിടെ എന്താണ് കോവിഡ് മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ അതിനുശേഷം പെറ്റ് അഡോപ്ഷൻ ഒരുപാട് വളരെ കൂടുതലായിരുന്നു. കൂടുതലായി. ഇപ്പോ എത്രയാണ് സ്കെയിൽ? മന്ത്ലി എന്താണ് റൺ ഈ റേറ്റ്? ഫിനാൻഷ്യൽ ഇയർ 26 ലാക്സ് ആയിരുന്നു. നിങ്ങളുടെ മാർക്കറ്റ് എത്ര വലുതാണ്? ഇന്ന് പെറ്റ്സിന്റെ പെനിട്രേഷൻ എത്രയാണെന്ന് നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഫാഷൻ മാർക്കറ്റിംഗ് എത്രയാണ്? ഇന്ത്യൻ പെറ്റ് കെയർ മാർക്കറ്റ് സൈസ് ഏകദേശം $3.5 ബില്യൺ ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം 30,000 കോടി വരും. ആ, അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 10% ആണ് ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ് വരുന്നത്. 5% കൂടെ എടുക്കാം. അത് ഏകദേശം 160 മുതൽ 200 മില്യൺ ഡോളേഴ്സ് വരും. അതായത് 1500 കോടി വരും. അപ്പോ ഇത് ഒരു 1500 കോടി മാർക്കറ്റ് ആണെങ്കിൽ ആദ്യത്തെ 2-3 വർഷം അങ്ങ് വിട്ടേക്ക്. നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഈ 4 വർഷം കൊണ്ട് നിങ്ങളുടെ നമ്പർ മാസം 25-26 ലക്ഷമായിരുന്നു. കറക്റ്റ്. ഷെയർ ഇത്രയും കുറയാനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ കാരണം ഞങ്ങൾ 3 കോടി റവന്യൂവിൽ നിന്ന് വർഷത്തിൽ വെറും 50,000 രൂപയാണ് മാർക്കറ്റിംഗ് ബ്രാൻഡ് ബിൽഡിങ്ങിനും ആവുന്നത്. ഞങ്ങളുടെ 25 ലക്ഷം വെറും വേർഡ് ഓഫ് മൗത്ത് ട്രസ്റ്റിലാണ് ഇതുവരെ വളർന്നിരിക്കുന്നത്. എന്നോടൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ 14 കോടിയുടെ ഒരു വാല്യൂഷൻ പറഞ്ഞിട്ടില്ലേ? അത് ഏത് ബേസിസിലാണ് ചെയ്തിരിക്കുന്നത്? ഈ വർഷം Q1 78 ലാക്സ് ആണ്. ലാസ്റ്റ് ഇയേഴ്സ് Q1 56 ലാക്സ് ആണ്. ഞങ്ങൾ ഓൾറെഡി 20-25% ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3.5-3.6 വരേക്കും കംഫർട്ടബിളി ബൂട്ട് ഷോപ്പിൽ റീച്ച് ആവുന്നുണ്ട്. അല്ല, 36 ലാക്സിലാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നു. 3.6 crores ആവുന്നു. 10% വെച്ച് നോക്കുകയാണെങ്കിൽ 36 ലാക്സ് ആവും. നിങ്ങൾ ഇവിടെ 14 കോടിയുടെ വാല്യൂഷൻ തന്നിട്ടില്ലേ? അത് നിങ്ങൾ പെർസെന്റേജസിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. 5x. ഈ 5x എന്ന് അതായത് പറയുന്നത് നിങ്ങൾ ഏകദേശം സെയിൽസിന്റെ കൂടെ കൂട്ടിയിട്ടാണോ 5x എന്ന് പറയുന്നത്? അതെ. ഞാനിവിടെ നെറ്റ് ഇൻകമിലാണ് കാണുന്നത്. നിങ്ങൾ 14 കോടി ചോദിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഈ ഒരു സ്റ്റേജിൽ നെറ്റ് ഇൻകം നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റും? അത് നോക്കണ്ടേ? 6 വർഷമായി. കുറച്ചെങ്കിലും അതിന്റെ ഒരു സർ, ടൈമിൽ 6 വർഷമായി. സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നല്ല, 2 വർഷം പഴയ കമ്പനിയാണ് റവന്യൂല്. ഹേയ്, അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇൻവെസ്റ്റ് ഈ ബേസിസിൽ? ചെയ്യില്ലല്ലേ? അല്ല, പക്ഷെ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഇവരുടെ ഗ്രോത്തിനെ ആശ്രയിച്ചായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. Yeah.
നിങ്ങളുടെ സെയിൽസ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ മാർക്കറ്റ് അല്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ 1500 കോടിയുടെ മാർക്കറ്റ് ആണെന്ന്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഫോർ ആക്സസറീസ് നിങ്ങളിപ്പോൾ വിൽക്കുന്നത് ഈസ് മച്ച് നാരോവർ. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോടൊപ്പം കൈ കോർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. താങ്ക് യു. നിങ്ങളുടെ USP-യിൽ നിങ്ങൾ രണ്ടുപേരും വളരെ പാഷനേറ്റ് ആണ്. നിങ്ങളുടെ USP-യിൽ നിങ്ങൾക്കൊരു ഫാഷൻ ഉണ്ട്, അതുപോലെ ഫാഷൻ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഒരു ടേബിളിൽ എന്താണ് കൊണ്ടുവരുന്നതാണ് ഞാൻ സംരംഭങ്ങളിൽ നോക്കുന്നത്. സ്പെഷ്യാലിറ്റി എന്താണ്, മോട്ട് എന്താണ്. നിങ്ങൾ കൊണ്ടുവന്നത് ഫാഷനാണ്. ഫാഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഫെയർ നോളജും ഉണ്ട്. നിങ്ങൾ അതേ ഫാഷൻ എല്ലാവർക്കും ജനറലൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് അതൊരു ബീസ്ബുക്ക് ഫാഷൻ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പെറ്റ് ഡിസൈനേഴ്സ് വളരെ കുറവാണ്. ഞാൻ ഇതുവരെയായിട്ടും ഒരു പെറ്റ് ഡിസൈനറെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ ഓരോ സിറ്റിയിലുമുള്ള ലീഡിംഗ് ഫാമിലീസിനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ ഇപ്പോൾ 3 കോടിയാണ്. അത് ഉറപ്പായും ഓരോ ഷെയറിലും 3 ഇരട്ടിയായി മാറും. അതെ. നിങ്ങൾ ഡിസൈനർ സെഗ്മെന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെബ് ആയാലും ഓൺലൈൻ ചാനൽ ആയാലും ഫിസിക്കൽ സ്റ്റോർ ആയിരിക്കാം, പക്ഷേ ഇത് സ്കെയിലബിൾ അല്ല. ഈ 2 കാര്യങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ കൺവെൻഷനെ കുറിച്ച് സംസാരിക്കാം. വാല്യുവേഷനൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതിന് സമ്മതം അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് കൈ ഓർക്കാൻ പറ്റില്ല. ഓക്കെ. പ്രിയങ്ക, നിങ്ങൾ പറയൂ. ഇന്ന് നിങ്ങൾക്ക് കൈ തരാൻ എനിക്ക് സാധിക്കില്ല, കാരണം ഇതിന്റെ സ്കെയിലിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഓക്കെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈ തരാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അർജുൻ. പ്രൊഫസർ സർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ഇതൊരു 1500 കോടി മാർക്കറ്റ് അല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ബിസിനസ് 20 കോടി മുതൽ 30 കോടി വരെ കൊണ്ടുവരാൻ സാധിക്കും. ഇതെന്റെ അഡ്വൈസ് അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു. ജിമ്മി ഇന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു പക്ഷേ ഡിസൈനല്ലേ നിങ്ങളുടെ കോർ. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഭാവിയിൽ ജിമ്മി അദ്ദേഹത്തിന്റെ ഓഫറിനെ പറ്റി ചിന്തിക്കും. Now you think about it. ഞങ്ങളുടെ വിഷൻ ഇപ്പോഴും അത് തന്നെയാണ്. അതായത് ഞങ്ങൾ മാക്സിമം പെറ്റ് പാരൻസിന്റെ വീട്ടിലേക്ക് ഇത് ഞങ്ങൾ എത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കിത് സൈമിൾട്ടേനിയസ് ആയിട്ട് അത് ഡോബോ എലീറ്റ്, ഡോബോ പ്ലസ് എന്ന പേരിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ ഈ വിഷന് കണ്ടിന്യൂ ചെയ്ത് ഇതിൽ തന്നെ അച്ചീവ് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ അതിനുശേഷം വേണമെങ്കിൽ വേറെ ലൈനിൽ പോകാമെന്ന് വിചാരിക്കുന്നു. Guys, good luck to you guys from my side. Wishing you both ബട്ട് സർ, all the കാര്യം best. ഇങ്ങനെയാണ്, ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഗോട്ട് ദിസ് ഡിറക്ഷൻ. സോ ഞങ്ങൾ ഇതിൽ കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പിന്നീട് ഞങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു. അല്ലല്ല, ഞങ്ങൾ അതിനെ Okay. മാനിക്കുന്നു. ഫൗണ്ടേഴ്സിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ ഇൻസ്പൈറ്റ് ഓഫ് ജിമ്മി സാർ നിങ്ങൾക്ക് ഫണ്ടിങ് തരാൻ തയ്യാറായിരുന്നപ്പോഴും നിങ്ങളുടെ വിഷൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ സൈൻ എന്താണെന്ന് വെച്ചാൽ സക്സസ്ഫുൾ ഫൗണ്ടേഴ്സ് ഇൻ ഫ്യൂച്ചർ. സോ ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദാറ്റ്. താങ്ക് യു മാം. ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ദാറ്റ്. താങ്ക് യു സോ മച്ച്. ഒട്ടും വൈകാതെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അന്ന് നമ്മുടെ ടൈറ്റൻസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ടിങ് വാങ്ങി പോകണം. തീർച്ചയായും. Thank you very much. Thank you so much. All the best. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഡിയ ബാസ്.